നമസ്കാരം. SSC RRB ബാങ്ക് എക്സാമുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു റീസണിംഗ് ടോപ്പിക്കായ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്, ഞാൻ ആദ്യം ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് കോഡിംഗ്? ഇപ്പോൾ ഒരു മെസ്സേജിനെ ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിനെ കൺവേർട്ട് ചെയ്ത് ഒറിജിനൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്, ഈ ഒരു മെസ്സേജിനെ എനിക്ക് മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് കാൾഡ് എൻകോഡിംഗ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജിനെ IBH എന്ന് കൺവേർട്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഹായ് എന്ന് പറയുന്ന മെസ്സേജിനെ ഞാൻ IBH എന്ന് കൺവേർട്ട് ചെയ്തു. അപ്പൊ അത് മറ്റൊരു ലെറ്റർ പാറ്റേണിലേക്ക് മാറി. അപ്പൊ ഈ ഒരു കൺവേർഷൻ, അപ്പൊ അത് ഒറിജിനൽ മെസ്സേജ് വേറൊരു ഫോർമാറ്റിലോട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാക്കേഴ്സിനൊന്നും ആ മെസ്സേജിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് കാൾഡ് എൻകോഡിംഗ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയും. എന്നിട്ട് ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന സൈഡ്, ഇപ്പൊ റിസീവ് ചെയ്യുന്ന സൈഡ് എന്ന് പറയുമ്പോൾ റിസീവർ സൈഡിലേക്ക് ഈ മെസ്സേജ് IBH എന്ന് റിസീവ് ചെയ്യുന്നു. ആ മെസ്സേജിനെ ഒറിജിനൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഒറിജിനൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ ദാറ്റ് ഈസ് കാൾഡ് ഡീകോഡിംഗ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് എന്താണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ മെസ്സേജിനെ ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക്, അതൊരു വേർഡ് ആവാം, നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്ന വേർഡ് ആവാം. അപ്പൊ വേർഡ്സിനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം, എങ്ങനെ പോസിബിൾ ആക്കാം, എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സിനെ കുറിച്ചാണ്. സോ ഞാൻ അവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആ 26 ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂസ് ആണ് അതിനോടൊപ്പം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്, ബി സെക്കൻഡ് ലെറ്റർ ആണ്, അങ്ങനെ ഇസഡ് വരുമ്പോൾ 26 ലെറ്റർ ആണ്. അപ്പൊ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ രീതി നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോളൂ. A to M വരെ, അതായത് ഫസ്റ്റ് 13 ലെറ്റേഴ്സ്, ദെൻ N to Z, നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി ലെറ്റേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ലെറ്റേഴ്സിനെ അങ്ങനെയാണ് ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവയുടെ പ്ലേസ് വാല്യൂസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓൺലൈൻ എക്സാമുകൾക്ക് നമുക്ക് അതങ്ങനെ പേപ്പറിലൊക്കെ പെട്ടെന്ന് ചിലപ്പം തുടങ്ങുമ്പോഴത്തേക്ക് തരാനൊക്കെ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും, ഇതിന്റെ പ്ലേസ് വാല്യൂസ് കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അല്ലാതെ ഓഫ്ലൈൻ എക്സാമുകളാണെങ്കിൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റിന്റെ ബാക്കിൽ നമുക്ക് ഇത് എഴുതി വെക്കാം. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ബാക്കിൽ എഴുതി വെച്ചിട്ട് നമുക്ക് ആ പ്ലേസ് വാല്യൂ നോക്കി നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. എന്നാൽ ഓൺലൈൻ എക്സാംസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനായിട്ട് ഒരു പ്രത്യേക കോഡ് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന ഒരു സെക്ഷൻ. അതാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ബോക്സിൽ ഇജോടി എന്നൊരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് EJOTY എന്ന് പറയുന്ന ലെറ്ററുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ 5th പൊസിഷൻ, 10th പൊസിഷൻ, 15th പൊസിഷൻ, 20th പൊസിഷൻ, 25th പൊസിഷനിൽ വരുന്ന ലെറ്ററുകളാണ്. അപ്പൊ 5, 10, 15, 20, 25 പ്ലേസ് വാല്യൂസ് വരുന്ന ലെറ്ററുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇജോട്ടി ഉപയോഗിച്ച്. സോ അപ്പൊ അതിന്റെ അപ്പുറവും ഇപ്പുറവും വരുന്ന ലെറ്ററുകളെ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഓൺലൈൻ എക്സാമുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇജോട്ടി എന്ന് പറയുന്ന കോഡ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ നമ്മുടെ 26 ലെറ്ററുകളും അവയുടെ പ്ലേസ് വാല്യൂസും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒന്നുകിൽ ഇജോട്ടി എന്നുള്ള കോഡ് ഉപയോഗിച്ച് ചെയ്യാം, ഓഫ്ലൈൻ എക്സാമുകളാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചെയ്യാം. അപ്പൊ എഴുതുമ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ഒരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവയുടെ പ്ലേസ് വാല്യൂസ്, അവയുടെ വാല്യൂ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഹായ് എന്ന് പറയുന്ന എക്സാമ്പിൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ 1 കൂട്ടിയുള്ള റെപ്രസെന്റേഷൻ ആയിട്ടുള്ളത്. എച്ചിന് പകരം ഞാൻ എന്ത് റെപ്രസെന്റ് ചെയ്തു, ഐ റെപ്രസെന്റ് ചെയ്തു. എക്ക് പകരം ബി റെപ്രസെന്റ് ചെയ്തു. ഐക്ക് പകരം ഐക്ക് പകരം നമുക്ക് റെപ്രസെന്റ് ചെയ്തത് ജെ ആയിരുന്നു. സോ പ്ലേസ് വാല്യൂ 1 കൂട്ടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഐക്ക് പകരം ജെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ സെയിം ആസ് ഇവിടെ ജെ ആണ് വരേണ്ടത്. ജെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു, ഐ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ അപ്പോ IBJ എന്ന് പറയുന്ന മെസ്സേജിനെ നമുക്ക് എന്ത് ഫോർമാറ്റിലോട്ട്, ഹായ് എന്നുള്ള ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് സാധിച്ചു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത്. കാരണം നമ്മൾ എന്താണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ്, അതായത് പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ടൈപ്പുകൾ പറയുവാണെങ്കിൽ ആൽഫബറ്റിനെ ആൽഫബറ്റായിട്ട് തന്നെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ആൽഫബറ്റുകളെ നമുക്ക് ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിംബലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ 2-3 എക്സ്ട്രാ ടൈപ്പുകളുണ്ട്. കോഡിംഗ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ, കോഡിംഗ് വിത്ത് കമ്പാരിസൺ. ഇപ്പൊ SSC പോലുള്ള എക്സാമുകൾക്ക് നമുക്ക് ഇതെല്ലാം പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കമ്പാരിസൺ വേണം, സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്റെ ലിങ്കിൽ ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം.
പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആയിട്ട് തന്നെ വേണമെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ എന്തായാലും ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ചില ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആദ്യം നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ആൽഫബറ്റുകളായിട്ട് തന്നെ എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതാ നോക്കൂ, ഏതാണ് ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നത്, റിവേഴ്സ് ഈസ് കോഡഡ് ആസ് SFWFSTF, then forward will be coded as dash. അപ്പൊ നോക്കൂ, അപ്പോ റിവേഴ്സ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ മറ്റൊരു ആൽഫബറ്റ് വേർഡ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടുത്തെ ആ കൺവേർഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് പറഞ്ഞത്, ആൽഫബറ്റുകളുടെ പ്ലേസ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആൽഫബറ്റുകൾ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരുടെ പ്ലേസ് വാല്യൂസ് ഒരു ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഒക്കെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഈ ഐഡിയ എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു വേർഡ് അവർ നമുക്ക് തരും. ആ തന്നിരിക്കുന്ന വേർഡിൽ നിന്ന് നമ്മൾ ഈ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റേ വേർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ നോക്കൂ, ആദ്യം നോക്കൂ, റിവേഴ്സ് എന്ന് പറയുന്ന വേർഡിനെ SFWFSTF എന്ന് മാറ്റിയത് RS ആയി മാറിയിരിക്കുന്നു, EF ആയി മാറിയിരിക്കുന്നു, VW ലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുകൂടെ ഞാൻ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് തരാം. RS ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ R മാറി എന്തായി, എസിനെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് 18th പൊസിഷനിൽ വന്നിരിക്കുന്ന വേർഡിന് പകരം നമ്മൾ 19th പൊസിഷനിൽ വന്നിരിക്കുന്ന വേർഡാണ് ലെറ്റർ ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ RS ആയി മാറി എന്ന് വെച്ചാൽ പ്ലേസ് വാല്യൂവിൽ എന്തിന്റെ ഇൻക്രിമെന്റ് വന്നു, ഒരു +1ന്റെ ഇൻക്രിമെന്റ് വന്നു. 18th പൊസിഷനിലെ വാല്യൂവിനെ നമ്മൾ 19th പൊസിഷനിലെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ E എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നതാണ്, നോക്കൂ, 5ാമത്തെ. അപ്പൊ ഒരെണ്ണം നോക്കിയിട്ട് നമുക്ക് ചാടിക്കറി പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം നോക്കിയാൽ പോരാ, 1-2 അതേ പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കുക. സോ E എന്ന് പറയുന്ന ലെറ്റർ 5ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന ലെറ്ററാണ്. അപ്പൊ E ചേഞ്ച് ചെയ്തിരിക്കുന്ന F ഉപയോഗിച്ചാൽ, സോ അവിടെയും നമുക്ക് നോക്കൂ, +1 5ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന ലെറ്ററിനെ 6ാമത്തെ പൊസിഷനിലെ ലെറ്റർ കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ V നോക്കൂ, 22ാമത്തെ പൊസിഷനിൽ V മാറി എന്താണ് വന്നിരിക്കുന്നത്, W ആണ്. അപ്പൊ 22 മാറി 20 അപ്പൊ +1. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ഒന്ന് പിന്നെ റഫായിട്ട് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പൊ +1ന്റെ ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫോർവേഡിനെ നമുക്ക് എങ്ങനെ മാറ്റാം, Fന് പകരം തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആയ G ഉപയോഗിക്കുക, Oയ്ക്ക് പകരം തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആയ P ഉപയോഗിക്കുക, Rന് പകരം S നമ്മൾ ഉപയോഗിക്കുന്നു, Wന് പകരം നമ്മൾ X ഉപയോഗിക്കുന്നു, Aയ്ക്ക് പകരം B ഉപയോഗിക്കുന്നു, Rന് പകരം നമ്മൾ S ഉപയോഗിക്കുന്നു, Dക്ക് പകരം E ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് +1ന്റെ ഇൻക്രിമെന്റ് കൊടുത്ത് പൊസിഷനിനകത്ത് +1ന്റെ ഇൻക്രിമെന്റ് കൊടുത്താണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ, GPSXBSE എന്ന് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് പ്ലേസ് വാല്യൂവിൽ +1ന്റെ ഇൻക്രിമെന്റ് വന്നിട്ടാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഇതേപോലെയാണ് ഞാൻ തുടർന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി പറയുന്നുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം +1ന്റെ ഇൻക്രിമെന്റ് എന്നല്ല. അപ്പൊ എങ്ങനെയായിരിക്കാം അതിന്റെ ഇൻക്രിമെന്റ് വരുന്നത്? അപ്പൊ +1ന്റെ ആവാം, +2ന്റെ ആവാം, അല്ലെങ്കിൽ -1 ആവാം, -2 ആവാം. അപ്പൊ പ്ലേസ് വാല്യൂസിൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിന്റെ ഡിഫറൻസിലോ അല്ലെങ്കിൽ അത് ആഡ് ചെയ്തോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് ചെയ്ത് എഴുതാമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അപ്പൊ നമുക്ക് അടുത്തൊന്ന് നോക്കാം. മദറിനെ LNSGDQ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്, മദർ എന്ന് പറയുന്ന വേർഡിനെ. സോ നോക്കൂ, M റീപ്ലേസ് ചെയ്തിരിക്കുന്നത് L ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ O റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, N ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗിക്കുന്നത്, Lനെ റീപ്ലേസ് ചെയ്യാൻ എമ്മിനെ റീപ്ലേസ് ചെയ്യാൻ L ആണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ ലെറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ 12ാമത്തെ ലെറ്റർ ഉപയോഗിച്ചത്. അതായത് വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിൻ്റെതാണ്, -1 ആണ്. അപ്പൊ അത് തന്നെയാണ് ബാക്കിയുള്ളതും കീപ്പ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ വന്നിരിക്കുന്നത് എന്തിനാ, ഒരു -1ന്റെ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്ററിനെ എങ്ങനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും, തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പൊ S എന്ന് പറയുമ്പോൾ നമ്മൾ R ഉപയോഗിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഐയെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട തൊട്ട് ബാക്കിലുള്ള ലെറ്റർ H ഉപയോഗിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. S എഗെയിൻ നമ്മൾ തൊട്ട് ബാക്കിലുള്ള ലെറ്റർ R ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു. T തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ആയ S ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു. E തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ആയ D ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു. R വന്നിട്ട് തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ആയ Q ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തന്നിരിക്കുന്ന വേർഡിന്റെ
കോൺസെപ്റ്റ് അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്, കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൽഫബറ്റിനെ ആൽഫബറ്റായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വേർഡിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വേർഡിനെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സിമ്പിൾ ആയിട്ട് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വേറൊരു ലെറ്റർ ആണ്. സൺഡേ എന്ന് പറയുന്ന വേർഡിനെ USDNYA എന്ന് മാറ്റിയിരിക്കുന്നു. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ എസിനെ യു ആക്കി മാറ്റിയിരിക്കുന്നു. എസ് യു ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 19ാമത്തെ ലെറ്ററിനെ 21ാമത്തെ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. യു വന്നിരിക്കുന്നത് എസ് ആയിരിക്കുന്നു. യു എസ് ആയിരിക്കുമ്പോൾ നേരെ തിരിച്ചുപോയി. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒക്കെ കയറി വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നുകൂടെ നമ്മളൊന്ന് കൃത്യമായി നോക്കുമ്പോൾ ഇവിടെ ഒരു ക്രോസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയുന്ന ഐഡിയ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാ നോക്കും, കണ്ടോ, ഈ രീതിയിൽ ഒരു ക്രോസ് ലെറ്റർ പാറ്റേൺ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇൻക്രിമെന്റും ഡിക്രിമെന്റും മാത്രമല്ല, ലെറ്ററുകളെ പരസ്പരം ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കും എന്തുപയോഗിച്ച് ഒരു ക്രോസ് ലെറ്റർ പാറ്റേണിൽ തന്നെ ഇത് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. RC AE IT NO. അപ്പൊ ഒരു ക്രോസ് ലെറ്റർ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, ആൽഫബറ്റിനെ ആൽഫബറ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് മാത്രമല്ല, ചിലപ്പോൾ ലാസ്റ്റിലത്തെയും ഫസ്റ്റിലത്തെയും ലെറ്ററുകൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് പിന്നീടുള്ള ബാക്കിയുള്ള റിമൈനിങ് ലെറ്റേഴ്സിനായിരിക്കും ചിലപ്പോൾ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ഐഡിയ നമ്മൾ ആദ്യത്തെ ഒരു തന്നിരിക്കുന്ന വേർഡിൽ നിന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. സോ അത് ഓക്കെ. ആപ്പിൾ എന്ന് പറയുന്ന വേർഡിനെ BRSPJ എന്ന് മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാംഗോ എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റാം? ഇപ്പൊ ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ABI. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. AB ആയെങ്കിൽ അവിടെ എന്താണ്, ഒരു +1 ഇൻക്രിമെന്റ് ഉണ്ടായി. PRI എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുന്നത്, PR ആകുമ്പോൾ ഇവിടെ 16ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ലെറ്ററിന് പകരം 18ാമത്തെ പൊസിഷൻ, അതായത് +2 ഇൻക്രിമെന്റ് വന്നു. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കൂ, അടുത്ത Pയുടെ അവിടെ 6 തന്നെയല്ല കൊടുത്തേക്കുന്നത്, മറിച്ച് S ആണ്. അപ്പൊ അവിടെ ഒരു +3 ഇൻക്രിമെന്റ് വന്നു. അപ്പൊ ഇവിടെ പോയിരിക്കുന്ന പാറ്റേൺ +1 +2 +3 +4 അത് അടുത്തത് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാംഗോ എന്ന് പറയുന്ന വേർഡും നമുക്ക് ആ ഒരു ഐഡിയ ഉപയോഗിച്ച് മാറ്റി എഴുതിയാൽ മതി. എമ്മിന് പകരം +1 എന്ന് പറയുമ്പോൾ എന്ത് വരും, N ആണ് നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നത്, +1. എക്ക് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് B ആണ് ഉപയോഗിക്കേണ്ടത്, +2 ആണ് വരുന്നത്. അപ്പൊ B അല്ലല്ലോ വരേണ്ടത് C ആണ്. സോ N-ന് പകരം +3, N-ന് പകരം +3 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് 1 2 3 Q ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ജിക്ക് പകരം ജിക്ക് പകരം 1 2 3 4 K ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്, +4. ദെൻ ഓയ്ക്ക് പകരം +5 1 2 3 4 5 T ആണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇപ്പൊ എന്താ നോക്കൂ, ഇപ്പൊ നമുക്ക് ഇസഡിൽ നിന്നിട്ട് +2 വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് എണ്ണേണ്ടത് A മുതലാണ് എണ്ണി വരേണ്ടത്. ഇപ്പൊ ഇസഡി വന്നിട്ട് +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ആരാണ്, B ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർക്കുക, ചില സമയത്ത് അങ്ങനെ കൺഫ്യൂഷൻ വരാം. ഇപ്പൊ Yയിൽ വന്നിട്ട് +3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എണ്ണേണ്ടത്, 1 2 3 ഇങ്ങനെയാണ്, റിവേഴ്സിലാണ് എണ്ണി പോകേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൽഫബറ്റുകളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇനി അടുത്ത ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് കൂടെ തരാം. അതിനുശേഷമുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഞാൻ പോവുകയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന വേർഡുകളെ ഡിജിറ്റുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതേപോലെ തന്നെ സിംബലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് എല്ലാ ടൈപ്പുകളെ കുറിച്ചും നമ്മൾ ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറ്റുന്ന മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടുന്നത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അത് ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക. അപ്പോൾ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ ദെൻ ഇപ്പോൾ നോക്കുക, അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ബസ് എന്ന് പറയുന്ന ഒരു വേർഡിനെ കോഡ് ചെയ്തിരിക്കുന്നത് 22119 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബൈക്ക് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യാൻ സാധിക്കുന്നത്? നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വേർഡിനെ ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കിയ ആൽഫബറ്റുകളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ആ വേർഡിനെ ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പല സ്ട്രാറ്റജി ഉപയോഗിക്കാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് പ്ലേസ് വാല്യൂ കൊടുത്ത് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 4ാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ അത് വേറൊരു രീതിയാണ്. 2 വേർഡുകൾ തന്നിരിക്കുന്നു, രണ്ടിനും 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്പറുകൾ ഉപയോഗിച്ച് തന്നതിന് ശേഷം 3ാമത്തെ ഒരു വേർഡ് മാറ്റാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ഓരോരോ ലെറ്ററുകൾക്കും അതിൽ നിന്ന് നമ്മൾ 3ാമത്തെ ലെറ്ററിനെ അല്ലെങ്കിൽ 4ാമത്തെ ലെറ്ററിനെ മാറ്റി എഴുതുന്ന 4ാമത്തെ വേർഡിനെ മാറ്റി എഴുതുന്ന ഒരു രീതി.
അതേപോലെ തന്നെ പിന്നെ സിമ്പലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന രീതി. അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഓരോന്നും ഞാൻ ആ വരുന്ന രീതികളൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പ്ലേസ് വാല്യൂ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ പ്ലേസ് വാല്യൂ ഉപയോഗിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഈ ലെറ്ററുകളുടെ എല്ലാം പ്ലേസ് വാല്യൂസ് കൂട്ടി എഴുതാം. അപ്പോൾ ഒരു വേർഡിന്റെ പ്ലേസ് വാല്യൂസിന്റെ ലെറ്ററുകളെല്ലാം കൂടെ ഇത് വരുന്നതിന്റെ സം എഴുതിയെടുത്ത് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ഡിഫറൻസ് അവരുടെ സം എടുത്തതിന് ശേഷം ആ ലെറ്ററുകളുടെ എണ്ണത്തിന്റെ ഡിഫറൻസ് കണ്ടിട്ടുള്ള വാല്യൂ എഴുതാം. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നോക്കാം. നമുക്ക് ബസ് എന്ന് പറയുന്ന വേർഡിനെ 2211 എന്നാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ബസ് എന്ന് പറയുന്ന വേർഡിന്റെ മാറ്റിയിരിക്കുന്ന രീതി 2211. അപ്പൊ ഞാനത് അതിന്റെ താഴെ എഴുതുന്നു 2211. ബി എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ എത്രയാണ്? 2. ശരിയല്ലേ? യുവിന്റെ പ്ലേസ് വാല്യൂ 21. എസിന്റെ പ്ലേസ് വാല്യൂ 19. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്ന വലിയ കോൺസെപ്റ്റുകളൊന്നുമില്ല. അതിന്റെ ആ വേർഡിന്റെ ഓരോ ലെറ്ററുകളുടെയും കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്തിരിക്കുക, മാറ്റി എഴുതിയിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. ബൈക്കിന്റെ അതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാം നമുക്ക്. എങ്ങനെയായിരിക്കും? അപ്പൊ ബൈക്കിന്റെ ബിയുടെ പ്ലേസ് വാല്യൂ നമുക്കറിയാം, 2. ഐയുടെ പ്ലേസ് വാല്യൂ നമുക്കറിയാം, എന്താണ്? 9 ആണ് വരുന്നത്. അതുപോലെ തന്നെ കെയുടെ പ്ലേസ് വാല്യൂ എന്താണ് വരുന്നത്? കെയുടെ പ്ലേസ് വാല്യൂ വരുമ്പോഴത്തേക്ക് 11 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇയുടെ പ്ലേസ് വാല്യൂ വരുമ്പോൾ എന്താണ് വരുന്നത്? ഇയുടെ പ്ലേസ് വാല്യൂ വരുന്നത് 5. സോ അപ്പം 29115 എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും ഇതിന്റെ ഓപ്ഷനിൽ ഉണ്ടാവുക. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലേസ് വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റി എഴുതുക മാത്രമേ നമ്മളിവിടെ ചെയ്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ആപ്പിൾ = 50, ബനാന = ഡാഷ്. എന്താണ് ആപ്പിൾ = 50 എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ പ്രൈസ് ആണോ? അല്ല. അപ്പൊ എന്തായിരിക്കും ആപ്പിൾ = 50 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 50 എന്നുള്ളൊരു ഡിജിറ്റ് അല്ല അവിടെ വരേണ്ടത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ആപ്പിളിന്റെ പ്ലേസ് വാല്യൂ നമുക്ക് ആദ്യം എഴുതി നോക്കാം. എയുടെ എന്താ വരുന്നത്? 1. പിയുടെ എന്ത് വരും? 16 ആണ് വരുന്നത്. എഗെയിൻ പി തന്നെയല്ലേ വന്നത്. അപ്പൊ എഗെയിൻ 16. എല്ലിന്റെ എന്താണ് വന്നത്? 12 ആണ് വന്നത്. ദെൻ ഇയുടെ എന്താണ് വന്നത്? 5. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോഴത്തേക്ക് ഇവയുടെ സമ്മം എടുത്ത് നോക്കി, 1 + 16 + 16 + 12 + 5 നോക്കി 15 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ പ്ലേസ് വാല്യൂസ് എഴുതിയിട്ട് അവയുടെ സമ്മ് കണ്ടെത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ എടുത്ത് സമ്മ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ചെയ്യുക. 2 + 1 + then 14 + 1 + 14 + 1 എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സോ അപ്പൊ അത് ട്രൈ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. എന്താണ് വരുന്നത്? ബാറ്റ് = 40. ബാറ്റ് എന്നുള്ള വേർഡിന് 14 ഉണ്ട്. അപ്പൊ അവിടെ പ്ലേസ് വാല്യൂസ് എന്താ ആഡ് ചെയ്തതാണോ നമുക്ക് നോക്കാം. പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്തേക്കുന്നതാണോ നോക്കാം. എന്തായിരിക്കും? ബിയുടെ 2, എയുടെ 1, ടിയുടെ വന്നിരിക്കുന്നത് നമുക്ക് വരുന്നത് 20 ആണ്. അവിടെ ആഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വരേണ്ടത് 23 ആണ്. പക്ഷെ അവിടെ ആൻസർ വന്നിരിക്കുന്നത് എന്താണ്? 40 ആണ്. അപ്പൊ ആഡ് ചെയ്തിരിക്കുകയല്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു, ആഡ് ചെയ്യുന്ന മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് ചിന്തിക്കാം. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. 2 × 1 × 20 എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? കിട്ടുന്ന ആൻസർ 40 ആണ് കിട്ടുന്നത്. ഓക്കെ. സോ അപ്പൊ ആ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ വേർഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ 2 × 1 × എല്ലിന്റെ വരുന്നത് 12 ആണ്. 12 × 12. അപ്പൊ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ 288 സിമ്പിൾ ആയിട്ട് കിട്ടുക ചെയ്ത് നോക്കിക്കോളുക. നിങ്ങൾ ഇതേ പാറ്റേൺ കീപ്പ് ചെയ്താൽ മതി. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആപ്പിൾ എന്ന് പറയുന്ന വേർഡിനെ 57732 എന്ന് എഴുതിയിരിക്കുന്നു. ഓറഞ്ച് എന്ന് പറയുന്ന വേർഡിനെ 985642 എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ഒറ്റ വേർഡ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ 2 വേർഡ് തന്നിട്ട് മൂന്നാമതൊരു വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊന്നും ശ്രദ്ധിച്ചു. ഇപ്പൊ 2 വേർഡുകൾ തന്നിട്ട് മൂന്നാമത്തെ വേർഡ് തരുമ്പോൾ കൂടുതലും ഒരു ലെറ്ററിന് ആ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണെന്നുള്ള രീതിയായിരിക്കും നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഈ 2 വേർഡിലുള്ള എയുടെ വാല്യൂ നിങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ വേർഡിൽ എയുടെ വാല്യൂ 5 ആണ്. രണ്ടാമത്തെ വേർഡിലും എ വന്നപ്പോൾ എന്താണ് വന്നത്? 5. അപ്പോൾ ഓരോ ലെറ്ററിനും നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എക്ക് 5, പിക്ക് 7, എല്ലിന് 3,
ഇക്ക് 2. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് തന്നെയാണോ ആ രണ്ടാമത്തെ വേർഡിലുള്ള, അപ്പൊ ഇവിടെ ഇക്ക് 2 ആണ്, ഇവിടെയും ഇക്ക് 2 തന്നെയാണ്. ഓക്കെ, അതാണ് ഇവിടെ എക്ക് 5 ആണ്, അപ്പൊ ഇവിടെയും എയുടെ 5 തന്നെയാണ്. അപ്പൊ ആ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഗിവൺ വാല്യൂസ് ഈ ലെറ്ററുകൾക്ക് അസൈൻ ചെയ്ത് പ്ലേസ് വാല്യൂ അല്ലാത്ത ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേപ്പിനെ മാറ്റി എഴുതണം. ഗ്രേപ്പിനെ മാറ്റി എഴുതണമെങ്കിൽ ഇവിടുത്തെ ജിയുടെ വാല്യൂ എന്താണ്? ജിക്ക് പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താ? 4 ആണ്. ആറിന് പകരമുള്ള വാല്യൂ എന്താ? 8 ആണ്. എക്ക് പകരമുള്ള വാല്യൂ എന്താണ്? 5 ആണ്. പിക്ക് പകരമുള്ള വാല്യൂ എന്താണ്? 7 ആണ്. ഇക്ക് പകരമുള്ള വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ ഗ്രേപ്പ് എന്നുള്ള വാല്യൂ നമുക്ക് പെട്ടെന്ന് മാറ്റി എഴുതാനായിട്ട് സാധിച്ചു. 48572 എന്ന് സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതാൻ സാധിച്ചു. പക്ഷേ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി അവൈലബിൾ ആണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. പ്ലേസ് വാല്യൂ മാത്രമല്ല വരുന്നത്, ഇത്തരത്തിൽ ഗിവൺ വാല്യൂസ് കൊടുത്തിട്ടുള്ള വരാം, ആഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാം, മൾട്ടിപ്ലൈ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ഞാൻ പറഞ്ഞു ആഡ് ചെയ്തതിന് ശേഷം എണ്ണം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതികളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു കോഡിംഗ് വിത്ത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയുകയാണ്. പെപ്പർ എന്ന് പറയുന്ന വേർഡിനെ കുറച്ച് സിമ്പിളുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ദെൻ എയിം എന്ന് പറയുന്ന വേർഡിനെയും അതുപോലെ കുറച്ച് സിമ്പിളുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാമ്പർ എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇതേപോലെ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പി എ എന്ത് ഉപയോഗിച്ച് ഇവിടെ അറ്റ് ദ റൈറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് തന്നെ ഉപയോഗിച്ചാൽ മതി? അറ്റ് എന്നുള്ള സിമ്പിൾ കൊടുക്കാം. എക്ക് ഈ സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്, സോ അത് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. എമ്മിന് കൊടുത്തിരിക്കുന്ന സിമ്പിൾ എന്താണ്? അവിടെ സ്റ്റാർ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. പി അഗൈൻ പി വരുമ്പോഴെല്ലാം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അറ്റ് ദ റൈറ്റ് കൊടുക്കുന്നു. ഇക്ക് കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഏതാണ്? അവിടെ ഹാഷ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ആറിനെ ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? അതിനെ ആ സിമ്പിളുകൾ, രണ്ട് വേർഡുകൾ തന്നിരിക്കുന്ന സിമ്പിളുകൾ ഏതൊക്കെയാണോ ഏത് ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ലെറ്ററിനെ നമുക്ക് മൂന്നാമത്തെ വേർഡിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നിശ്ചയമായിട്ടും ചെയ്ത് നോക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് കമന്റ്സിൽ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അതിന് എക്സ്പ്ലനേഷൻസ് തരാം. ഓക്കെ, താങ്ക് യു.